Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. അസുഖങ്ങളൊക്കെ മാറി ഉഷാറായോ? ഓക്കെ ആയി വരുന്നു. ഓക്കെ, നിങ്ങളെല്ലാരും സുഖമായിരിക്കുന്നോ? സുഖം. എന്താ പറ്റിയത്? എനിക്ക് ശ്വാസം മുട്ടെന്ന് പറയുന്ന ആസ്മ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് ഇടക്കിടക്ക് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. അപ്പോ അത് കൂടുമ്പോ കഫക്കെട്ടായിട്ട് മാറും. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വരും. ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എന്നാലേ മാറുള്ളൂ. കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കൊല്ലം. ഇപ്പൊ തണുപ്പുള്ള സമയമല്ലേ, അപ്പൊ ആ സമയത്തൊട്ടും പറ്റില്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്നവരുണ്ടായിരുന്നു, കഫക്കെട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഓക്കെ ആയത്. തണുപ്പുള്ളപ്പോ കൂടുതൽ ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം തണുപ്പുള്ളപ്പോ അങ്ങനെയല്ല, എനിക്ക് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എനിക്ക് കൂടുതൽ എന്തെങ്കിലും ഈ പൊടി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടിക്കുമല്ലോ, ആ സമയത്താണ് കൂടുതലായിട്ട് വരുന്നത്. അലർജി കൂടുതൽ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. കാര്യം എന്റെ മോൻ ഇപ്പം തണുപ്പായപ്പോഴേ പഫ് എടുക്കാൻ തുടങ്ങി. അതാ ഞാൻ ചോദിച്ചതേ. പഫ് അടിക്കുന്നുണ്ട്. ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. തോന്നിയ വെണ്ണമൊക്കെയാണ് യൂസ് ചെയ്യുന്നേ. അപ്പൊ അതിനെ ഡോക്ടർ എപ്പോഴും പിണങ്ങാറുണ്ട്. അത് അടിക്കുമ്പോ കുറച്ച് ആശ്വാസം തോന്നും. പക്ഷെ അത് കുറെ നാള് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് സിവിയർ ആവില്ല വന്നു കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ടുള്ള ബ്രീത്തിങ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ ഭയങ്കരമായിട്ട് കൂടിപ്പോയി. ഇൻഫെക്ഷൻ ആയി, ബ്ലഡ് കൗണ്ട് കൂടി, ESR കൂടി, അങ്ങനെ കുറെ അധികം പ്രശ്നങ്ങൾ വന്നു. മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എനിക്ക് മാറാൻ. കുറെ അധികം ദിവസങ്ങൾ എടുക്കും. 2 ആഴ്ചയോളൊക്കെ എടുത്തിട്ടാണ് പിന്നെ അത് മാറി കിട്ടുന്നത്. കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വരില്ലേ, അതുപോലെ തന്നെ വരും. എന്താണ് എന്താണ് സുറുമി, കേട്ടില്ല? ഇത്തവണ തണുപ്പ് ഭയങ്കര കൂടുതലാലോ. നേരത്തെ തണുപ്പ് തുടങ്ങിയില്ല. ഇത്തവണ ഭയങ്കര കൂടുതലാ അല്ലെ, മുമ്പത്തേക്കാളൊക്കെ ഭയങ്കര കൂടുതൽ. ആ ഒരു ക്ലൈമറ്റിലാവുമ്പോ കൂടും, ഒന്നും കൂടി സിവിയർ ആവും. അതാ പ്രശ്നം. അപ്പൊ എല്ലാവരും ഹെൽത്ത് ഒക്കെ നോക്കുക കേട്ടോ. തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക കൂടുതല്. അലർജി ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതായത് ഈ ശ്വാസം, അതായത് നമ്മുടെ ഈ കഫക്കെട്ട് കൂടി ശ്വാസം കിട്ടാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് സഹിക്കാൻ പറ്റാത്തത്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. എന്താ പറയാ, ചുറ്റുമുള്ള ഒന്നും കാണൂല. എങ്ങനെയെങ്കിലും ശ്വാസം കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാവും. പിന്നെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. 2-3 ദിവസം, ഒരു 3-4 ദിവസമൊക്കെ ഞാൻ നോക്കി. ആന്റിബയോട്ടിക് ഡോക്ടർ ടാബ്ലറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. അത് കഴിച്ചിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടുമല്ലോ, ക്ലാസ്സിനും വരാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നീട് അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് 2 ദിവസം 2 നേരം വെച്ച് ഡെർഫിലിൻ ഇഞ്ചക്ഷൻ എടുത്തു. എന്നിട്ടും കുറയുന്നില്ല. പിന്നീട് ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു, ഇനി വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അഡ്മിറ്റ് ആയി. 5 ദിവസം ഹോസ്പിറ്റൽ, ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. അവിടെ കിടന്ന് കുറയാണ്ടായിട്ട് പിന്നെ അവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. പിന്നെ അവിടെ 5 ദിവസം കിടന്നു. എന്നിട്ട് ആന്റിബയോട്ടിക് എടുത്തു. എന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് കഫക്കെട്ടിന് യാതൊരു വ്യത്യാസമില്ല. കഫം പുറത്തേക്ക് പോകുന്നില്ല, അതാണ് പ്രശ്നം. തിങ്ങി തന്നെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും മരുന്ന് തന്നു. മരുന്ന് കഴിച്ചിട്ടും പോകുന്നില്ല. അതിനുശേഷം 2 ദിവസം കൂടി നോക്കി, വീണ്ടും മരുന്ന് കഴിച്ചു. പിന്നെ ഓക്കെ ആയി. അതിനുശേഷം നെഞ്ചിലുള്ള കഫം തലയുടെ മുകളിലോട്ട് വന്നു. അതായത് സൈനസൈറ്റിസ് ആ സംഭവമായി. പിന്നെ തലവേദനയായി. തലവേദന മാറുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിന് മരുന്ന് കഴിച്ചു. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെയാണ് എന്റെ കാര്യം. ഓക്കെ, അപ്പൊ എല്ലാവരും ഹെൽത്ത് ഒക്കെ നോക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടൊക്കെ ചെക്ക് ചെയ്യുക. പൊടിയും കാര്യങ്ങളൊക്കെ അധികം വെക്കാതൊക്കെ നടക്കുക. ഓക്കെ, സൂക്ഷിക്കുക, അവനവനെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇന്ന് ആതിര മിസ്സിന്റെ ഇന്ന് ക്ലാസ് ചോദിച്ചു വന്നതാണ്. കാരണം ഫ്രൈഡേ എക്സാം അല്ലേ, ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ ഒരു ചാപ്റ്റർ. അപ്പൊ
ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ക്ലാസ്സിൽ വന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ പ്രയർ. സ്മോൾ ഇംഗ്ലീഷ് prayer ആണ്. Prayer അല്ല, English. Dear God, thank you for this new day. Please bless my family, my teachers, and my friends. Guide me in all that I do today. Help me to be kind and honest. Amen. Thank you. സൈൻ ചെയ്തോളൂ കേട്ടോ. Thought of the day. Ah. Thought of the day. ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. ബൈ നെൽസൺ മണ്ടേല. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞോ? സൈൻ ഇൻ ചെയ്തോ? മാം ഞാനാണ് ഇല്ല മാം, സൈൻ ഇൻ ഞാനാണ്, രേവതിയാണ്. മാം ഞാനൊരു കുഞ്ഞു കുട്ടികളുടെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഒരു പീജിയന്റെയും ഒരു ആന്റിന്റെയും സ്റ്റോറി. ഒരു പീജിയൻ ഉണ്ടായിരുന്നു, വളരെ പാവപ്പെട്ട, മനസ്സുകൊണ്ട് നല്ല ഒരു ക്യാരക്ടർ ഉണ്ട്, മനസ്സുകൊണ്ട് നല്ല മാത്രം ആൾക്കാർക്ക് വേണ്ടി ചിന്തിക്കുന്ന പീജിയൻ. അത് പിന്നെ അടുത്തുള്ളത് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. ഉറുമ്പ്, പിന്നെ എന്താ പറയണ്ട, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടി നല്ലതും പിന്നെ കുറച്ച് കറേജിയസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൻഡ് ആണ്. അപ്പോ ഒരു ദിവസം ഒരു നല്ലൊരു സമ്മറിന്റെ സമയമായിരുന്നു. അപ്പൊ ഈ ആൻഡ് വന്നിട്ട് വെള്ളം ദാഹിച്ചിരുന്നു, ഇങ്ങനെ ദൂരെ ദൂരെ നോക്കി നോക്കി പോയപ്പോ ഇന്നും വെള്ളം കിട്ടാനില്ല. ഒരു നദിയുടെ കരയിൽ അതിന് വെള്ളം അതിന് കണ്ടെത്താൻ പറ്റി. അവിടെ വരെ അത് പോയപ്പോഴത്തേക്കിനും അവിടെയുള്ള പുല്ലിന്റെ വഴി അതിങ്ങനെ സൈഡ് വഴി പോയപ്പോ അതിന്റെ കാല് സ്ലിപ്പായി അത് വെള്ളത്തിലേക്ക് വീണു പോവാണ്, പോണ്ടിലേക്ക് വീണു പോവാ. വീണു പോയിട്ട് അതിലേക്ക് മുങ്ങിപ്പൊക്കൊണ്ടിരിക്കുന്ന ആന്റിനെ ഇത് ഒരു ട്രീയുടെ മണ്ടയായിരുന്നു ഇത് ഈ പീജിയൻ കാണുന്നു. പീജിയൻ അവിടെ നിന്ന് ഒരു ഇല പ്ലക്ക് ചെയ്ത് ഈ ആന്റിന് അങ്ങ് ഇട്ട് കൊടുക്കും. ഈ ആന്റിന് രക്ഷപ്പെടാനായിട്ട് വെള്ളത്തിലേക്ക് ഈ പീജിയൻ അതിനെ കൊത്തിയിട്ട് കൊടുക്കും. ഈ ഇലയിൽ കയറി ഈ ആന്റ് രക്ഷപ്പെട്ടു കഴിഞ്ഞ് ആന്റ് വളരെ നന്ദിപൂർവ്വം പീജിയനെ നോക്കിയിട്ട് പോകും. പിന്നെ ഒരു ദിവസം വന്നിട്ട് ഈ പീജിയൻ ഇങ്ങനെ മരത്തിന്റെ അവിടെ ഇരിക്കെ ഒരു വേടം വന്നിട്ട് ഈ പീജിയനെ അമ്പ് ചെയ്ത് വീഴ്ത്താനായിട്ട് നോക്കും. ആ സമയത്തിന് ഈ കറേജിയസ് ആയിട്ടുള്ള ആന്റ് പെട്ടെന്ന് വന്ന് അത് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിങ്ങനെ വരിവെച്ച് അത് പൊക്കോണ്ടിരിക്കുന്ന സമയത്തിനാണ് അത് കാണുന്നത്. ഓടി വന്ന് ഈ വേടന്റെ കാലിൽ കടിച്ചിട്ട് അതിന്റെ ഉന്നം തെറ്റിച്ചു വിടും. അങ്ങനെ പീജിയനെ ആന്റും രക്ഷപ്പെടുത്തും. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താണ് ഇതിന്ന്? നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ നമുക്കും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എവിടെന്നെങ്കിലും കിട്ടുന്നതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്. ഓക്കെ, വെരി ഗുഡ്. Small kindness will be rewarded great. ഇതെന്റെ മോനെ സ്കൂളിൽ പറഞ്ഞ കഥയായിരുന്നു, അതിന്റെ മോറൽ ഓഫ് ദി സ്റ്റോറി. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ലാസ്റ്റ് പോർഷൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല, അതാ ചോദിച്ചേ. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? വെൽഫെയർ സ്കീം ഇല്ലല്ലോ. ഇല്ല. ഇല്ല, ലാസ്റ്റ് ചെറിയ പോർഷൻ മാത്രം എടുക്കാനുള്ളൂ. ഇനി ബാലൻസ് ഒക്കെ എടുത്തു. വെൽഫെയർ സർവീസസ് ഫോർ നോർമൽ ചിൽഡ്രൻ എടുക്കാനുള്ളൂ. ഫീലിംഗ്സ് ഓഫ് ബീങ് അവോയ്ഡഡ് അത് എടുത്തായിരുന്നോ? എടുത്തു. കളിയാക്കൽ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ? അതൊക്കെ എടുത്തല്ലേ. എടുത്തു. വെൽഫെയർ സ്കീം ഒന്ന് സുറുമി വായിക്കാമോ? വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Okay. Although special care is to be given to the underperforming and disabled children and compensatory educational programs are to be imagined for them, normal children too require special care for their development. In Montessori education, this is fulfilled through individual attention. Special care is to be given to the underperforming ആയിട്ടുള്ള, നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാത്ത കുട്ടികൾക്കും
ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കും കോമ്പൻസേറ്ററി വിദ്യാഭ്യാസം ആവശ്യമായിട്ടുള്ള കുട്ടികൾക്കും എങ്ങനെയൊക്കെയാണ് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടതെന്ന് നമ്മൾ ഇതുവഴി പഠിച്ചു. നമ്മൾ ഇതുവഴി നമുക്കത് ഇമാജിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അത് മാത്രമല്ല, നോർമലായിട്ടുള്ള ചിൽഡ്രൻസിന് കൂടിയും സ്പെഷ്യൽ കെയർ ആവശ്യമായിട്ട് വരും. അവരുടെ ഡെവലപ്മെന്റിന് സ്പെഷ്യൽ കെയർ ആവശ്യമായിട്ട് വരും. മോണ്ടിസറി എഡ്യൂക്കേഷൻ എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡും കൂടിയാണ് മോണ്ടിസറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ മാം? ഓക്കെ. അതായത് വെൽഫെയർ സർവീസസ് ഫോർ നോർമൽ ചിൽഡ്രൻ, സാധാരണ കുട്ടികൾക്കുള്ള ക്ഷേമ സേവനങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇത്രയും നേരം അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞത് ആരെയൊക്കെ കുറിച്ചിട്ടായിരുന്നു? വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളെ കുറിച്ചല്ലേ? ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികള്, അതുപോലെ എന്താ പറയുക വിഷ്വൽ ഇമ്പയർമെന്റ്, അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെന്റ്, അങ്ങനെ പലതരത്തിലുള്ള കുട്ടികളെ നമ്മൾ കണ്ടു. അപ്പോ അതായത് കുറഞ്ഞ പെർഫോമൻസ് അല്ലെങ്കിൽ കുറഞ്ഞ പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വൈകല്യമുള്ള കുട്ടികൾക്കും പ്രത്യേക പരിചരണം അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ആവശ്യമുള്ളത് പോലെ തന്നെ സാധാരണ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? അവരുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രത്യേക പരിചരണം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കൂട്ടരെയും, അതായത് നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക സാധാരണ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകാം. സാധാരണ കുട്ടികൾക്കായാലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കായാലും അവർക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. കുട്ടി എന്താണോ അല്ലെങ്കിൽ കുട്ടിയുടെ മാനസിക നില, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഓരോരുത്തർക്കും അറ്റൻഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേക അറ്റൻഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നതിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കുട്ടിയെയും അടുത്തറിയാനും അവന്റെ കഴിവുകൾ എന്തൊക്കെയാണ്, അവന്റെ കുറവുകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാനും സാധിക്കും. ഇപ്പൊ സാധാരണ കുട്ടികളെ സംബന്ധിച്ച് അവൻ സാധാരണയായിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും അവനെ തനിയെ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാത്തിലുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് പ്രവർത്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കീമുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇത്തരത്തില് നമുക്കറിയാം നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് മോണ്ടിസോറി പഠനത്തിന്റെ അല്ലെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കുട്ടിയെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മള് ഒരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 30ഓ 20ഓ കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 20 കുട്ടികൾക്കും അല്ലെങ്കിൽ 30 കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മോണ്ടിസോറി എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. ഓരോ കുട്ടിയെ നമുക്ക് തിരിച്ചറിയാനും അവർക്ക് മെറ്റീരിയൽസ് നൽകുന്നതിലൂടെ ആ മെറ്റീരിയൽസിലൂടെ അവരെ ഡെവലപ്പ് ചെയ്യാൻ, എങ്ങനെയാണ് സ്വയം ഡെവലപ്പ് ചെയ്യാൻ കേട്ടോ. അതായത് ഓരോ കുട്ടിയും എന്താണ് അറിവ് തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അവർക്ക്. ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, സ്വയം എങ്ങനെയാണ് ഡെവലപ്പ് ആവേണ്ടതെന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്ന ഒരു എന്താ പറയാ പഠന രീതിയാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, അതായത് നമ്മുടെ മഹാന്മാരായിട്ടുള്ള വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളിൽ കേവലം അറിവുകൾ കുത്തി നിറയ്ക്കുന്ന ഒരു കാര്യമല്ല. കുറേയധികം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടോ കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടോ നമുക്ക് വിദ്യാഭ്യാസം നമ്മൾ നേടിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെ? അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നതും എങ്ങനെയാണ് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ അതായത് മനുഷ്യരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, എങ്ങനെ നല്ല ബന്ധങ്ങൾ പുലർത്താം, അതുപോലെ തന്നെ ഓരോരുത്തരെയും മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, ഇതൊക്കെ എഡ്യൂക്കേഷൻ തന്നെയാണ്.
അപ്പോ കേവലം കുറേയധികം ബുക്കുകൾ വായിച്ച് അത് അങ്ങനെ തന്നെ ഒരു പേപ്പറിലോട്ട് പകർത്തി കുറേയധികം മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അറിവ് വ്യത്യസ്തമാണ്, തിരിച്ചറിവ് വ്യത്യസ്തമാണ്. അറിവും തിരിച്ചറിവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്, അല്ലെ? ഒരു കുട്ടിക്ക് അറിവ് നമുക്ക് പുസ്തകത്തിലൂടെ കിട്ടും, പക്ഷെ തിരിച്ചറിവ് എന്ന് പറയുന്നത് പുസ്തകത്തിലൂടെ കിട്ടണമെന്നില്ല. അത് നമ്മുടെ എൻവയൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ടും അവരോട് സഹവസിക്കുന്നതിലൂടെയും അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിലൂടെയൊക്കെയാണ് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ബുക്കിൽ നിന്ന് കിട്ടില്ല. നമുക്ക് ബുക്കിൽ നിന്ന് കിട്ടും, കുറേയധികം കാര്യങ്ങൾ നമുക്ക് ബുക്കിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനാണെങ്കിൽ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് സ്വയം വളരാൻ സാധിക്കുന്നത് എന്നൊക്കെ കുറേയധികം കാര്യങ്ങള് നമുക്ക് മറ്റു പല കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോ ആ രീതിയിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതുമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. ഒരു സാധാ കുട്ടിയെയും മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന ഒരു കുട്ടിയെയും തമ്മില് നമ്മള് എന്താ പറയാ കമ്പാരിസൺ ചെയ്യുവാണെങ്കിൽ അതിന്റെ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടിയും അതുപോലെ തന്നെ സാധാ ഒരു ട്രഡീഷണൽ എൻവയൺമെന്റിൽ പഠിക്കുന്ന കുട്ടിയും തമ്മിൽ കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ കുട്ടി സ്വയം, അതായത് നമ്മൾക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ ഓരോ വയസ്സ് കൂടുന്തോറും, അല്ലെ, നമ്മൾക്ക് ഓരോ വർഷം കഴിയുന്തോറും പ്രായം കൂടി വരികയാണ്. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പക്വതയും എന്ത് ചെയ്യണം, കൂടിക്കൊണ്ടിരിക്കണം. അത് മോണ്ടിസോറി എഡ്യൂക്കേഷൻ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി അതിനകത്ത് സക്സസ്ഫുൾ ആയി നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെയധികം മെച്യൂരിറ്റി ഉണ്ടാവാറുണ്ട് സാധാ കുട്ടികളിൽ നിന്ന് മോണ്ടിസോറി പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രത്യേകത. അപ്പോ ഇത്തരത്തിലുള്ള കുട്ടികൾക്കായാലും എല്ലാത്തരം കുട്ടികൾക്കും എന്ത് അനിവാര്യമാണ്, മോണ്ടിസോറി മെറ്റീരിയൽസ് ആയാലും അത് വിഭാവനം ചെയ്തിട്ടുള്ള ആ ഒരു മരിയ മോണ്ടിസോറിയുടെ ആശയമായാലും വളരെ നല്ല രീതിയിലാണ് അത് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതായത് ഒരു സമയത്ത് മരിയ മോണ്ടിസോറി ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തെത്തി. ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറെ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അവര് നോക്കിയപ്പോൾ ഒരു വെറുതെ ഇങ്ങനെ എന്താ പറയാ, കുറച്ചുപേര് ഒരു സ്ഥലത്തിരിക്കുന്നു, കുറച്ചുപേര് എന്തൊക്കെയോ കളികളിൽ ഏർപ്പെടുന്നു, കുറച്ചുപേര് അങ്ങോട്ടും ഓടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇവര് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇവരെന്താണ് വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് ഇവരിങ്ങനെ സ്വയം വിചാരിക്കുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു, ആ ബിൽഡിംഗ് പണിയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അവർ ആ സ്ട്രീറ്റിലൂടെ പോകുന്ന സമയത്ത് ആ ബിൽഡിംഗ് എവിടെയാണ് പണിയുന്നത് ആ സ്ഥലത്തേക്ക് അവർ ചെന്നു. എന്നിട്ട് ആ കുട്ടികൾ, അവിടെയുള്ള കുറേയധികം കുട്ടികൾ ഉണ്ടായി, അവരെയൊക്കെ യാത്ര ചെയ്തു. അവരൊക്കെ കൂട്ടമായിട്ട് വിളിച്ച് ചുറ്റിനും വിളിച്ചിരുത്തിയിട്ട് അവര് എന്ത് ചെയ്തു, അതായത് ആ ബിൽഡിംഗ് പണിത സ്ഥലത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, മരക്കട്ടകൾ ഉണ്ടായിരുന്നു, ഇഷ്ടികകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കമ്പി, ചെറിയ കമ്പി പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേയധികം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ അതൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, മരിയ മോണ്ടിസോറി ഓരോ കുട്ടികൾക്കായിട്ട് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തോന്നുന്നു ആ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോ ചില കുട്ടികള് മണ്ണ് വെച്ചിട്ട് മണൽക്കൂനകൾ ഉണ്ടാക്കി, മറ്റു ചില കുട്ടികളാണെങ്കിൽ ഇഷ്ടിക വെച്ച് വീട് പോലെ ഉണ്ടാക്കി, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പോ മരിയ മോണ്ടിസോറി പറഞ്ഞു വെക്കുന്നത് നമ്മൾക്ക് ഇന്ന മെറ്റീരിയലുകൾ വേണം എന്നല്ല അവർ പറയുന്നത്, മറിച്ച് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ എന്താണോ, നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണോ അതുപയോഗിച്ച് ക്രിയേറ്റീവായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് മരിയ മോണ്ടിസോറി പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെയാണ് അവർ, അതായത് ഒരു പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അതാണ്, നമ്മൾക്ക് കുറേയധികം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് എല്ലാം ചെയ്യാവൂ എന്നൊരു തോന്നല് നമ്മൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നത് എന്താണോ, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക, ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. ആ ഒരു മെത്തേഡാണ് അവരവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? നന്നായിട്ട് വായിച്ചാൽ മതി. ആ, പറഞ്ഞോളൂ. അത് നമ്മുടെ പാട്ടില് ഇമ്പോർട്ടൻസ് ആയുള്ളതെന്ന് പറഞ്ഞല്ലോ. ആ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞു.
അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നന്നായിട്ട് വായിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റ് ഞാൻ തന്നേക്കാം. എന്നിട്ട് മോക്ക് ടെസ്റ്റ് തരാതിരുന്നത് ഇത് കംപ്ലീറ്റ് ആവാത്തോണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ. എന്റെ ചാപ്റ്റർ ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? യൂണിറ്റ് 3, യൂണിറ്റ് 3, യൂണിറ്റ് 7, പിന്നെ യൂണിറ്റ് 8 ഇത് അല്ലെ ഈ ചാപ്റ്റർ. പിന്നെ സെക്കൻഡ് പാർട്ടില് യൂണിറ്റ് 5ഉം യൂണിറ്റ് 9 അല്ലെ? യൂണിറ്റ് 4 ഉണ്ട്. 3 4 ഉണ്ട്. ഫസ്റ്റ് പാർട്ടില് 3 4 ഉണ്ട്. ഫസ്റ്റ് പാർട്ടില് 4 ചാപ്റ്റർ ഉണ്ട് അല്ലെ? 3 4 7 8. മോഡേൺ കൺസെപ്റ്റ് ജിഷൻസ് അല്ലേ എടുത്തത്? അതെ അതെ. 3 4 7 8 അല്ലേ? ഓക്കെ. എന്നിട്ട് അത് നോക്കി നിങ്ങള് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്സ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് എന്താണ് ചാപ്റ്ററിലാണ്? ഇത് 3rd ചാപ്റ്റർ ആണ് ഷിജിനാസെ. 3rd ചാപ്റ്ററിലാണ് പറയുന്നത് കേട്ടോ. 3rd ചാപ്റ്റർ ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ ഓക്കെ. എനർജി സപ്ലയേഴ്സ് എന്താണ്, ബോഡി ബിൽഡേഴ്സ് എന്താണ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്താണെന്ന് അറിയാലോ. ഓക്കെ. എനർജി സപ്ലയേഴ്സ് ഏതൊക്കെയാണ്? എനർജി സപ്ലയേഴ്സിന് എക്സാമ്പിൾ ചോദിക്കുക. അപ്പോ പ്രധാനമായിട്ടും വീറ്റ്, മെയ്സ്, സ്റ്റാർച്ചി, വെജിറ്റബിൾസ്, പൾസസ്, ആ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. എനർജി സപ്ലയേഴ്സിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ബോഡി ബിൽഡേഴ്സിന്റെ എക്സാമ്പിൾ നോക്കി വെക്കുക. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. പിന്നെ പ്രോട്ടീൻ, കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഫുഡില് പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. 2 ടൈപ്പ് പ്രോട്ടീൻ ആണുള്ളത്, ആനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും നോക്കി വെക്കുക. പിന്നെ പ്രോട്ടീൻസ് ആർ റിക്വയർഡ് ഫോർ, ആ 4 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോക്കി വെക്കണം. പിന്നെ ഫാറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ വൈറ്റമിൻസ് അടുത്തത് കേട്ടോ. വൈറ്റമിൻസ് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? A, D, E, K, C. ആ ഒരു കാര്യം നോക്കി വെക്കുക കേട്ടോ വൈറ്റമിൻസിന്റെ. പിന്നെ മാൽന്യൂട്രീഷൻ എന്താണ്? മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ്, നമുക്കറിയാം. അതെന്താണെന്ന് നോക്കി വെക്കുക. പിന്നെ മാൽന്യൂട്രീഷന്റെ റിസൾട്ട് അതും ഒന്ന് നോക്കി വെക്കണം. പിന്നെ മാൽന്യൂട്രീഷൻ ഗീവ്സ് റൈസ് ടു ദ ഫോളോവിങ് കണ്ടീഷൻ: ഫിസിക്കൽ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻ. അതും
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? മാം ഓക്കെ. ബാലൻസ് ഫുഡ് ഡയറ്റ് ഉണ്ടോ മാം? എന്താണ് ലിനി? കുഴപ്പമില്ല, ഓക്കെ ആയി വരുന്നു. തലവേദന ഉണ്ട് ഇടയ്ക്ക്, വേറെ പ്രശ്നമൊന്നുമില്ല. മേഡം ഒരു ചോദിച്ചോളൂ. നമുക്ക് 2 ടൈപ്പ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനകത്ത് എത്ര ടൈപ്പ് ചോദിക്കുമ്പോൾ 2 ടൈപ്പ് എഴുതാം. പക്ഷെ നമ്മൾ ഈ വിറ്റാമിൻ ഇല്ലേ, അതിന്റെ ക്വസ്റ്റ്യൻ അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? അത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ വിറ്റമിന്റെ ടൈപ്പ് അല്ല, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വാട്ടർ സൊല്യൂബിൾ വിറ്റമിൻ, ഫാറ്റ് സൊല്യൂബിൾ വിറ്റമിൻ, അങ്ങനെയാ ചോദിക്കും കേട്ടോ. മാഡം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ? അതെ അതെ, അങ്ങനത്തെ ഉണ്ടാവും. ഇപ്പൊ ഓപ്ഷൻ ഉണ്ടാവും, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഉണ്ടാവും, അത് മാർക്ക് ചെയ്യാം കേട്ടോ. ടീച്ചറെ 15ാമത്തെ പേജില് ഒരു ബോക്സ് ഇല്ലേ, ഫുഡ് സ്റ്റഫ് 1 to 3 years, 4 to 6 years, ആ ഒരു ഗ്രാമം അത് മെൻഷൻ ഉള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവോ? ഏതിലാണ്, ഏത് ചാപ്റ്ററാ? ഇപ്പൊ 15ാമത്തെ പേജ്. 15ാമത്തെ പേജോ? അതെ അതെ. അത് റെക്കോർഡ് പൾസിന്റെ ടേബിള്. ഇല്ല ഇല്ല, ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ. നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണ്ട. അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല, ഇത്ര ഗ്രാം ആണെന്നൊന്നും. കുറെ അധികം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ നമുക്കത് നോക്കി വെക്കണ്ട കേട്ടോ. തൊട്ട് മുകളിലെ ബാലൻസ് ഫുഡ് ഓർ ഡയറ്റ് അത് വരുമോ? അത് ഇമ്പോർട്ടൻസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് ചോദിച്ചത്. ബാലൻസ് ഫുഡ് ഡയറ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ, എത്രയാണെന്ന്, കലോറീസ് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. അതൊക്കെ ഓരോ ഇതിനും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഷുവർ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്റർ ഓക്കെ ആണോ? മിസ്സേ. പിന്നെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസില് നമുക്ക് ഫസ്റ്റത്തെ പാരഗ്രാഫ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക, നോക്കി വെക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് ഐറ്റംസ്, എയർ, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്, ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ് ആൻഡ് സർബത്ത്, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗം നമുക്കറിയാം, നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. യൂണിറ്റ് 7, whooping cough, diphtheria, tetanus, polio, dysentery, jaundice, malaria, typhoid, കോളറ, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അതിനകത്ത് ഞാൻ ഒന്നും ഒഴിച്ചു കളയാനായിട്ട് പറയുന്നില്ല, കാരണം യൂണിറ്റ് 7 കണക്റ്റഡ് ആണ്. അപ്പോ അതിൽ നിന്നോ ഇതിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് അല്ലേ എല്ലാ ടീച്ചേഴ്സിന്റെയും? കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി ഹെൽത്ത് കെയറില് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ തന്ന നോട്ട്സ് ഒക്കെ വായിച്ചു നോക്കുക. പിന്നെ എപ്പോഴാണ് ഇതിന്റെ വാക്സിനേഷനും കാര്യങ്ങളും കൊടുക്കുന്നത്, അതിനകത്ത് 6th വീക്ക്, 10th വീക്ക്, 14th വീക്ക്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക.
6th വീക്ക് 10th വീക്ക് പ്രൈമറി ഡോസ് അല്ലെ കൊടുക്കുന്നത്. 14th വീക്ക് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. പിന്നെ പോളിയോമൈലൈറ്റിസ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫാന്റൽ പാരാലിസിസ്. മാം പേജ് നമ്പർ ആരെങ്കിലും പേജ് നമ്പർ പറയാമോ? പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്യാവോ? 26. കേട്ടോ. അപ്പൊ പോളിയോമൈലൈറ്റിസിന്റെ മറ്റൊരു പേര് ആ ഒരു രീതിയിലൊക്കെ ചോദിക്കാം. പിന്നെ MMR എന്താണെന്ന് ചോദിക്കാം കേട്ടോ. MMR എന്താണെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ റുബല്ലയുടെ മറ്റൊരു പേര് ജർമ്മൻ മിസിൽസ് എന്നാണ് അല്ലെ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ എന്താ പറയാ, MMRന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. അതായത് നമ്മള് ഇതിനകത്ത് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്, മംസ്, മീസിൽസ്, റുബല്ല. അത് ചിലപ്പോ വേറെ രീതിയിലും വരാം, മീസിൽസ്, മംസ്, റുബല്ല. അപ്പൊ ഏതായാലും പ്രോബ്ലം ഇല്ല കേട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തോന്ന് അറിയില്ല, നിങ്ങൾക്ക് വന്നോന്ന് അറിയില്ല. ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല കുട്ടികൾക്കും ഡൗട്ടാണ്, നമ്മുടെ ടെക്സ്റ്റില് മംസ്, മീസിൽസ്, റുബല്ല എന്നാണ് കിടക്കുന്നത്. അപ്പൊ മീസിൽസ്, മംസ്, റുബല്ല എന്ന് വരുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അത് ഒരു ഓർഡറിൽ അങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. മംസ് ആയാലും മീസിൽസ് ആയാലും ആദ്യമാണോ സെക്കൻഡ് ആണോ അത് നോക്കേണ്ട കാര്യമില്ല. ആ എമ്മിന്റെ അർത്ഥം എന്താണെന്ന് ഉണ്ടായാൽ മതി കേട്ടോ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഗൂഗിളിലൊക്കെ നമ്മൾ അടിച്ചു നോക്കുമ്പോൾ മീസിൽസ്, മംസ്, റുബല്ല എന്നാണ് കിടക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അത് തിരുത്തേണ്ടി വരും. അപ്പൊ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. അപ്പൊ മാം ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാ പോരെ, നമുക്ക് ടിക്ക് ഇട്ടാ പോരെ? അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അതിൽ രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് ഉണ്ടാവില്ല. ഓക്കെ, ഒന്നിലേക്കും മംസ്, മീസിൽസ് എന്നായിരിക്കും, അല്ലെങ്കിൽ മീസിൽസ്, മംസ് എന്നായിരിക്കും. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ടേബിള് വെരി വെരി ഇമ്പോർട്ടന്റ്. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിള് നോക്കി വയ്ക്കുക. പിന്നെ ഹെൽത്ത് ചെക്കപ്പ് നോക്കി വെക്കാട്ട്. എന്തൊക്കെയാണ് കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പിൽ വരുന്നത്? ജനറൽ അപ്പിയറൻസ്, ബോഡി സ്ട്രക്ചർ, റെക്കോർഡിംഗ് ഓഫ് പൾസ്, ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ്, വെയിറ്റ്, അത്തരത്തിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടില്ലേ? മെന്റൽ ഇംപാർഷ്യാലിറ്റി, മൂവ്മെന്റ് ഓഫ് ലിംസ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ, അതൊക്കെ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ മാം ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ടാ പറഞ്ഞത്? ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് പറയാൻ പോകുന്നേ ഉള്ളൂ. ഈ ഡയറ്ററി റിക്വയർമെന്റ്സ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഡയറ്ററി റിക്വയർമെന്റ്സ് വിത്ത് വൈറ്റമിൻസ്, ഫോസ്ഫറസ്, അയഡിൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സിട്രസ് ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. യെല്ലോ ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ചൈൽഡ് വെൽഫെയറില് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമ്മളിത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ്സിൽ? അത് പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഇല്ല, വേറെ രണ്ട് സെമിനാറിന് ആരോ പറഞ്ഞു. സെമിനാർ എടുത്തപ്പോ പറഞ്ഞിരുന്നു അല്ലേ?
അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം എന്ന് പറയുമ്പോൾ അതായത് വീട്ടിലെ കുഞ്ഞുങ്ങളെ ഫാമിലി ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വീടാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും വീട് തന്നെയല്ലേ നമ്മുടെ ആദ്യത്തെ സ്കൂള്. അവിടെ നിന്നല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. അതെ, ആണ് അല്ലെ? ഓക്കെ. അപ്പോ ആദ്യം തന്നെ നമുക്കറിയാം നമ്മള് കുട്ടികൾക്ക് ബേസിക് ആയിട്ട് ചില കാര്യങ്ങൾ അവര് ഒരു പ്രായം എത്തുമ്പോൾ കുട്ടികളോട് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാഷ് ദെയർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് ആൻഡ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ്. അതായത് നമ്മുടെ കൈകൾ നല്ല രീതിയിൽ കഴുകുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പും ആഹാരം കഴിക്കുന്നതിന് ശേഷവും നല്ല രീതിയിൽ കൈകൾ കഴുകുക. ടോയ്ലറ്റിന് പോയതിനു ശേഷവും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കൈകൾ ഹാൻഡ് വാഷ് ചെയ്യുക. ഓക്കെ. പിന്നെ ടേക്ക് ബാത്ത് റെഗുലർലി, എല്ലാ ദിവസവും കുളിക്കുക. പറ്റുമെങ്കിൽ 2 നേരവും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പും സ്കൂള് കഴിഞ്ഞ് വന്നതിന് ശേഷവും കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ, അതായത് ചില കുഞ്ഞുങ്ങളൊക്കെ മടി പിടിക്കാറുണ്ട്. കൈയും കാലും ഒക്കെയാണ് ചിലപ്പോൾ കഴുകി കയറി വരുന്നത്. ഭയങ്കര മടിയാണ്. പക്ഷെ അത് നമ്മള് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. കാരണം കുട്ടികൾ സ്കൂളിൽ കുറേയധികം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കളിസ്ഥലങ്ങളിൽ പ്ലേ ഗ്രൗണ്ടിൽ അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മണ്ണുമായിട്ടൊക്കെ കൂടുതൽ ഇന്ററാക്റ്റഡ് ആണ് അല്ലെ, എൻവയോൺമെന്റുമായിട്ട് കൂടുതൽ ഇന്ററാക്റ്റഡ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാല് അതായത് നമുക്കറിയാൻ പറ്റാത്ത, നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത അനേകം ഓർഗാനിസംസ് ഉണ്ട്, ജേംസ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലും ദേഹത്തൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. നമ്മളത് കാണണമെന്നില്ല, നമ്മുടെ കാഴ്ചയിൽ അത് കാണണമെന്നില്ല. അപ്പോ അതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട് 2 നേരം കുളിക്കാനായിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക. നിർബന്ധമായിട്ടും അമ്മമാരത് ശ്രദ്ധിക്കുക. ചില കുഞ്ഞുങ്ങള് മടി പിടിക്കും, വേണ്ടെന്ന് പറയും, ഒച്ചപ്പാടുണ്ടാക്കും. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് പാടില്ല. 2-3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് അത് അവരുടെ ഭാഗമാകുമ്പോൾ പിന്നെ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ കുളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരില്ല, ആ ഒരു സ്ഥിതി ഉണ്ടാകും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, അതായത് നമ്മള് എന്താ പറയാ റെഗുലർ ആയിട്ടുള്ള, അതായത് നമ്മൾ ദിവസം തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മൾ പോകുന്നത് ആദ്യം ടോയ്ലറ്റിലേക്കായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ടോയ്ലറ്റിൽ കൃത്യമായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലീൻ ടീത്ത് എവറി മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. അപ്പോ ഇതും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് മടിയുള്ള കാര്യം തന്നെയാണ്. രാവിലെ പല്ല് തേക്കും എല്ലാ കുഞ്ഞുങ്ങളും, ഭക്ഷണം കഴിക്കണമല്ലോ. പക്ഷെ രാത്രി പല്ല് തേക്കാൻ എന്താണ്, മടിയല്ലേ? കുഞ്ഞുങ്ങൾ പല്ല് തേക്കാറുണ്ട് രാത്രി? ഭയങ്കര മടിയാണ്. പറഞ്ഞ് പല്ല് തേക്കാനും വൈകുന്നേരം കുളിക്കാനും ഭയങ്കര മടിയാണ്. അതെ അതെ, വെള്ളം വീഴാനും ഇപ്പൊ മടിയാണ് അല്ലെ. വെള്ളം വീഴുന്ന സംഭവം അവർക്ക് ഇഷ്ടമല്ല. രാവിലെ ഒരു പല്ല് തേക്കും, അവർക്കറിയാം പല്ല് തേച്ചാലാണ് ഭക്ഷണം കിട്ടാന്ന് അവർക്കറിയാം. പക്ഷെ വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞിട്ടാണ് പല്ല് തേക്കുന്നത്. അപ്പൊ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് മടിക്കും. പറഞ്ഞു മനസ്സിലാക്കുക തന്നെ നമുക്ക് നിവൃത്തിയുള്ളൂ. കാരണം പല്ലുവേദന പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പറയും ചെറുപ്പത്തിൽ തന്നെ. പിന്നെ നല്ല ഭംഗിയുള്ള പല്ലുകളൊക്കെ കിട്ടണമെങ്കിൽ രാത്രിയും രാവിലെയൊക്കെ 2 നേരം പല്ല് തേച്ചാലാണ് നല്ല വെളുത്ത പല്ലുകളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. അങ്ങനെയുള്ള ചില കൊടുക്കൈകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും അത് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് നമുക്കറിയാം വായ്നാറ്റം അല്ലെ. കുഞ്ഞുങ്ങൾക്കും ഉണ്ട്, വലിയവർക്കുള്ളത് പോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അപ്പോ അതൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് 2 നേരം കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്യുക. അതായത് നിങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഇത് നമുക്കറിയാൻ പറ്റില്ല, നമുക്ക് ഫീൽ ചെയ്യില്ല, മറ്റുള്ളവർക്കാണ് വയനാറ്റം ഫീൽ ചെയ്യുക. അതാണ് വയനാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ. മറ്റുള്ളവർക്കല്ലേ ഫീൽ ചെയ്യുക, നമുക്ക് ഫീൽ ചെയ്യോ? നമുക്ക് മണം അറിയാൻ പറ്റുമോ? ഇല്ല. മറ്റുള്ളവർക്കാണ് അറിയാൻ പറ്റുക അല്ലെ. ഓക്കെ. അപ്പോ അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഡ്രിങ്ക് സഫിഷ്യന്റ് വാട്ടർ ടു ക്ലിയർ ഔട്ട് ദ സിസ്റ്റം. ഓക്കെ. അതുപോലെ തന്നെ മതിയായ രീതിയിൽ വെള്ളം കുടിക്കുക. ഇതും കുഞ്ഞുങ്ങൾക്ക് മടിയാണ് അല്ലെ. കൊണ്ടുപോയ വെള്ളം തിരിച്ചു കൊണ്ടുവരാറുണ്ടോ? കൊണ്ടുവരും. ചൂടുള്ള കൊണ്ടുപോകും. ചില കുഞ്ഞുങ്ങൾ പറയും സ്കൂളിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളമാണ്, 2ാമതും 3ാമതും പോയി എടുത്ത വെള്ളമാണെന്ന് പറയും കൊണ്ടുവരുന്നത്. എവിടെ നമ്മള് കൊണ്ടുപോയ വെള്ളം തന്നെയായിരിക്കും തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ വെള്ളത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. സുന്ദരികളും സുന്ദരന്മാരും ആവുന്നതിന് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു
പെൺകുട്ടികൾ കുറച്ചും കൂടി ഈ കാര്യത്തിലൊക്കെ ബോധേഡാണെന്ന് തോന്നുന്നു അല്ലെ, ആൺകുട്ടികളെക്കാളും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? പെൺകുട്ടികൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ആൺകുട്ടികൾക്കാണ് മടി വെള്ളം കുടിക്കാനൊക്കെ. ചെയ്യാനായിട്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഹെൽത്തി ഹാബിറ്റ് കീപ്പ് ചെയ്യാന്നുള്ളത്. നമുക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്കിപ്പോ സ്നീസ്, തുമ്മല്, അതുപോലെ കഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ക്യാപ് ഹാൻഡർ ചീഫ് ഉപയോഗിക്കാം. അതൊരു പാട്ടായിട്ട് നമ്മുടെ ലൈഫിൽ മാറ്റുക എന്നുള്ളത്. മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് കേട്ടോ. രോഗം വരുന്ന സമയത്ത് കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, രോഗം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ വിടുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്കാണ് അത് എഫക്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, അസുഖം പിടിക്കും അല്ലേ. നമ്മുടെ കുഞ്ഞിന് ചിലപ്പോ റിക്കവറായി സ്റ്റേബിൾ ആയിട്ടായിരിക്കും നമ്മൾ വിടുന്നത് ചിലപ്പോ, പക്ഷെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ ഈ കുഞ്ഞിനേക്കാളും കൂടുതൽ ദിവസം ആ കുഞ്ഞിന് രോഗം നീണ്ടു നിൽക്കുകയും പിന്നീട് കുട്ടിയുടെ എന്താ പറയാ കൂടുതൽ അവധി എടുക്കുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോ മറ്റുള്ള നമ്മുടെ കുഞ്ഞിന്റെ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ള കുഞ്ഞുങ്ങളുടെയും ഹെൽത്ത് എന്ന് ഓരോ അമ്മമാരും വിചാരിക്കണം. അതുകൊണ്ടാണ് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് രോഗം ഓക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുഞ്ഞുങ്ങളെ വിട്ടാൽ മതി പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിൽ യൂറിനേറ്റ് ചെയ്യാനോ ബവൽ മൂവ്മെന്റ്സ് നടത്താനൊന്നും പാടുള്ളതല്ല. നമുക്കറിയാം പൊതുസ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു യൂറിനേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതപ്പോ ആ ഒരു കാര്യം കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നല്ല ഹാബിറ്റുകൾ പിന്തുടരുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടായാലും ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ടായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങള് വളരുന്നത് അല്ലെ. ആണോ? നമ്മളെ കണ്ടിട്ടാണോ വളരുന്നത്? അതെ അതെ. അപ്പോ നമ്മളാണ് ആദ്യം നന്നാവേണ്ടത്. അതിനുശേഷം അവര് തനിയെ നമ്മുടെ വഴിയിൽ എന്ത് ചെയ്യും, വന്നോളൂ. ഓക്കെ, അപ്പൊ നമ്മള് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് പെട്ടെന്നൊന്നും ചിലപ്പോൾ ചെയ്യണമെന്നില്ല കേട്ടോ. പെട്ടെന്നൊന്നും ചെയ്യില്ല. ചില ഇന്ന് നീ പല്ല് തേച്ചിട്ട് കിടന്നാ മതി എന്ന് പറഞ്ഞാല് അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ചിലപ്പോൾ കുഞ്ഞ് പല്ല് തേക്കാനായിട്ട് കൂട്ടാക്കിയതൊന്നും വരില്ല. പിന്നീട് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി അത് ചെയ്യിപ്പിക്കുക. നമ്മള് ചെയ്യുന്ന സമയത്തും അവരും നമ്മുടെ കൂടെ വന്ന് ചെയ്യുന്ന ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പല്ല് തേക്കാൻ പറയുന്ന കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, അമ്മ പല്ല് തേച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ പല്ല് തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് അവിടെ പണിപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ. അപ്പൊ നമ്മളാണ് ആദ്യം നന്നാവേണ്ടത്. അതിനുശേഷം കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ വിഷ്വൽ ഇമ്പയർമെന്റ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ കേട്ടോ. ചിൽഡ്രൻ വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പരീക്ഷ പേപ്പറിൽ എഴുതി ഒതുക്കേണ്ട കാര്യമല്ല. നമ്മൾ ഈ ഒരു ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ പഠിക്കുന്നത്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, നമ്മൾ അറിയേണ്ട ചില ഫാക്ട്സ് ആണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോ ഇതിനകത്ത് ഏത് വരും അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യൻ ഇടാവോ എന്ന രീതിയിലായിരിക്കില്ല ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചിലപ്പോൾ ലോജിക്ക് അനുസരിച്ചിട്ടായിരിക്കാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ചാപ്റ്റർ ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു വെക്കുകയാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഓക്കെ, അതിനകത്ത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ച് കംപ്ലീറ്റ് ആക്കുക. ഇനി പാർട്ട് 2 അല്ലേ? ഇനി ലാംഗ്വേജ് ഡെവലപ്മെന്റ്.
ലാംഗ്വേജ് ഡെവലപ്മെന്റില് language which is the ability to communicate using spoken words distinguishes human beings from other animals. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ലാംഗ്വേജ് എന്ന് ചോദിക്കാം. ഓക്കെ, പിന്നെ എന്താണ് കൂയിങ് സൗണ്ട് എന്ന് ചോദിക്കാം. എന്താണ് കൂയിങ് സൗണ്ട്? കൂയിങ് എന്താ? ചെറിയ മൂളലാണോ? അതെ, ചൈൽഡ് പ്രൊഡ്യൂസ് സൗണ്ട് ഫ്രം ഹിസ് ത്രോട്ട് ആണ് കൂയിങ് കേട്ടോ. പിന്നെ ബാബ്ലിംഗ് എന്താണ്? ബാബ്ലിംഗ് അതൊക്കെ ചോദിക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റ് മീനിങ് വേർഡ് ഏതാണ്? മാപ്പായാണ് അല്ലെ, അത് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ലേണിംഗ് എനി ലാംഗ്വേജസ് ഇൻഡിക്കേറ്റ്സ് അക്വയറിംഗ് ഫോർ സ്കിൽസ് നെയിംലി ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ പാരഗ്രാഫില് 3 years ആയിട്ടുള്ള കുട്ടിയുടെ വൊക്കാബുലറി എത്രയാണെന്ന് വരുന്നുണ്ട്, 6 years ആയിട്ടുള്ള കുട്ടിയുടെ വൊക്കാബുലറി എത്രയാണെന്ന് വരുന്നുണ്ട്, അത് നോക്കി വെക്കണം. അത് മോക്ക് ടെസ്റ്റിന് ഇട്ടായിരുന്നു മാം. എന്താണ്? അല്ല, അത് മോക്ക് ടെസ്റ്റിന് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതൊക്കെ നോക്കി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് അടുത്തത്. അതില് ആ പോയിന്റുകൾ മൊത്തം ഒന്ന് നോക്കി വെക്കുക. സ്പീക്സ് ചോദിക്കുക കേട്ടോ. ബാബ്ലിംഗ് സ്റ്റേജ് എപ്പോഴാണ് ബിഗിൻ ചെയ്തത്, അതുപോലെ തന്നെ എന്താ പറയാ ബേബി 2 or more വേർഡ്സ് പറഞ്ഞത് ഏത് വീക്സിലാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ ലാംഗ്വേജ് ഡെവലപ്മെന്റ്? പ്രശ്നം ഡിഫൻസ് മെക്കാനിസം ആണ്. എന്താണ് പ്രശ്നം? അത് ഡിഫൻസ് മെക്കാനിസം ആണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അത് എക്സാമ്പിൾസ് ആയതുകൊണ്ട് ഏതാണ് റിലേറ്റ് ആക്കാനായിട്ടൊരു ബുദ്ധിമുട്ട്. എക്സാമ്പിൾ അല്ലേ? ഇല്ല, അധികം ഞാൻ നിങ്ങളത് കിട്ടിയില്ല കേട്ടോ. എന്തായാലും പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷൻ നോക്കി വെക്കുക. ഡിഫൻസ് മെക്കാനിസത്തിന്റെ പേരുകൾ നോക്കി വെക്കുക. എന്തൊക്കെ പേരുകൾ അറിയപ്പെടുന്ന ഡിഫൻസ് മെക്കാനിസം? Comprehension, types of defense mechanism, ടൈപ്സ് അല്ല. മെന്റൽ മെക്കാനിസം, mental mechanism, പിന്നെ ഡൈനാമിസം എന്ന് പറയും അല്ലേ, പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറയും അല്ലേ. അപ്പോ ആ പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. dynamism. രണ്ടാമത് എന്താ പറഞ്ഞത്? ഡൈനാമിസം. പിന്നെ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ്. ഞാൻ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ അല്ലാതെ ടെക്സ്റ്റിൽ നിന്ന് നേരിട്ടായിരിക്കും ചോദിക്കുന്നത് കൂടുതലും. അപ്പോൾ ഓരോ ഡിഫൻസ് മെക്കാനിസവും തറവായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോ എക്സാമ്പിൾ ഉണ്ടാകാം, പക്ഷെ അധികം ബുദ്ധിമുട്ടിക്കാത്ത എക്സാമ്പിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇത് ഏത് മെക്കാനിസത്തിൽ പെടുന്നു അങ്ങനെ ചോദിക്കില്ലേ? ഉണ്ട്. അതപ്പോ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാറില്ലേ റസ്മിന? ഓക്കെ, അതായത് കോമ്പൻസേഷൻ ഉണ്ട്, റേഷണലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ ഉണ്ട്, ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. ഇതിനൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അത് തറവായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അത് തറവായിട്ട് പഠിച്ചു വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ നേരിട്ടായിരിക്കും വരുന്നേ. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതാനും സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ടെൻഷൻ ഉള്ളൊരു സംഭവമല്ല ഡിഫൻസ് മെക്കാനിസം. വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കുക എന്നുള്ളതാണ് ഡിഫൻസ് മെക്കാനിസത്തെ കയ്യിലെടുക്കാനുള്ള ഏക പരിഹാരമാർഗം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. പിന്നെ ഞാൻ തന്നിട്ടുള്ള നോട്ടുകൾ, പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങള് അതൊക്കെ നന്നായിട്ട് തറവായിട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ എല്ലാ ഡിഫൻസ് മെക്കാനിസവും നോക്കണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ,
അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. കോമ്പൻസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ റാഷണലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവിസം ഇമ്പോർട്ടന്റ് ആണ്. സിമ്പത്തിസം, വിഡ്രോവൽ, ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ്. ഓക്കെ മാം ഒന്നും കൂടി പറയാം. കോമ്പൻസേഷൻ, റേഷണലൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, negativism, sympathism, withdrawal, fantasy or daydreaming. ഈ പറഞ്ഞതിനർത്ഥം മറ്റതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നതല്ല കേട്ടോ. അതായത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ആദ്യം നോക്കി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു തന്നതാണ് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ. മനസ്സിലായോ? ടെക്സ്റ്റ് തറവായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പഠിപ്പിക്കുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ഇടാനായിട്ട് ശ്രമിക്കും. ഓക്കെ ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെയാണ്. നല്ലൊരു പേര്. ഇനിയും പേടിയുണ്ടോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇനിയും പേടിയോ? ഓക്കെ, അപ്പൊ ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പഠിക്കേണ്ടത്. നന്നായിട്ട് പഠിച്ചു. ആദ്യത്തെ പരീക്ഷ ഏതാണ്? ആദ്യത്തെ പരീക്ഷ എഴുതുന്നത്. അങ്ങനെയൊന്നും പേടിക്കണ്ട. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പരീക്ഷ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആദ്യമായിട്ട് പെൻസിൽ പേനയും ഇല്ലാത്ത എക്സാം എഴുതാൻ പോണത്. അതൊന്നും പേടിക്കണ്ട കേട്ടോ. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ടെൻഷൻ പിടിച്ചൊന്നും ചെയ്യരുത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എല്ലാരും കൂടി തലേ ദിവസം വലിച്ചു വാരി പഠിക്കാനായിട്ട് നിൽക്കരുത്. പതുക്കെ പതുക്കെ, ഇപ്പോ ഇനി വെള്ളിയാഴ്ചയല്ലേ, ഇത് ചൊവ്വാഴ്ചയാണ്, 2-3 ദിവസം കൂടി ഉണ്ട്. കുറച്ച് പോർഷൻ വൈസ് തീർക്കാനായിട്ട് നോക്കുക. എല്ലാരും കൂടി ലാസ്റ്റ് ഒരുമിച്ച് വായിക്കാൻ നിന്നാല് അവിയില് പരുവത്തിലാകും. അപ്പൊ അവിടെ നിന്നാണ് എവിടെ നിന്നാണ് ചോദിക്കുന്നത് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ കുറച്ച് എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല, എനിക്കുള്ള ബുദ്ധിമുട്ടാണ്. അധികം ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇല്ല, അത് നമ്മൾ റിവൈസ് ചെയ്താൽ മതി റസ്മിന, വേറെ കുഴപ്പമൊന്നുമില്ല. റിവൈസ് ചെയ്താല് നമ്മൾക്ക് ഓർമ്മയൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. 2-3 ചാപ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. 2-3 കൂടി കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട്. 2-3 ചാപ്റ്റർ ഏകദേശം കണക്ട് ചെയ്ത് വരുന്നതാ. പിന്നെ മോക്ക് ടെസ്റ്റ് പരമാവധി അറ്റൻഡ് ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒഴിച്ചു കളയരുത്. അത് നന്നായിട്ട് നോക്കുക. ഓക്കെ, മാം ഇത്രയും ഗ്യാപ്പ് വന്നില്ലേ? ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് നിൽക്കുവല്ലേ, ജോലിക്ക് പോയി, പിന്നെ പഠിത്തം ഇച്ചിരി ഗ്യാപ്പ് വന്നില്ലേ? അത് ഈ എല്ലാവർക്കും ഒരു ഇച്ചിരി പാട്. മനസ്സിലായി. ഒന്നും കൂടി ചാപ്റ്റർ ഒന്ന് പറയട്ടെ. 3, 4, 7, 8, 9. 5 ഉണ്ട് കേട്ടോ. പാർട്ട് 2-ല് 5 ഉണ്ട്. പാർട്ട് 2-ല് 5 ഉണ്ട്. 5. ഓക്കെ, അപ്പോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ എക്സാമിന് ശേഷം കാണാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്റെ ക്ലാസ് ഉണ്ടാവില്ല, എക്സാം ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. നമുക്ക് ഇതൊക്കെ ചോദിക്കല്ലേ, മറ്റേ ഫ്രോഡ് അങ്ങനെ അവരുടെ പേരൊക്കെ ചോദിക്കോ? സയന്റിസ്റ്റുമാരുടെ പേരുകളൊക്കെ നമുക്ക് ഇതിൽ കുറവാണ് ഈ സബ്ജക്റ്റിൽ. അങ്ങനെ ചോദിച്ചിട്ടില്ലേ? എന്തേലും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. നിങ്ങൾ മോക്ക് ടെസ്റ്റ് പരമാവധി നോക്കുക. അല്ലാതെ മറ്റു മിസ്സുമാരോട് ചോദിച്ചിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ല, അത് ചോദിച്ചില്ല. ചെയ്ത് വരൂലേ? എന്താണ്
ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും റിപ്പീറ്റ് വരും മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. എല്ലാത്തിനും സമയം കണ്ടെത്തി നോക്കുക, എല്ലാവരും ചെയ്തൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, ചൈൽഡ് വെൽഫെയർ എന്നുള്ള ക്വസ്റ്റ്യൻ ഇന്നല്ലെങ്കിൽ നാളെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, എക്സാം ആയതുകൊണ്ട് സൈൻ ഔട്ട് ചെയ്യാൻ പേടിയാണല്ലേ? എല്ലാരും ടെൻഷനിലാണ് മിസ്. ഓക്കെ, സൈൻ ഔട്ട് വേണ്ട. ഓക്കെ, അപ്പൊ എല്ലാരും ലീവ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാം പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ പാടില്ല കേട്ടോ. ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, വെപ്രാളം ആയിരിക്കും. അപ്പൊ വെപ്രാളം ഒന്നും വേണ്ട, കൂളായിട്ട് എക്സാം എഴുതാം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, വെൽക്കം. താങ്ക് യു.